Hello friends, stock market investment trading fundamentals ne patti discuss cheyuna video series like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് രാജേഷ് ബാലചന്ദ്രൻ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ കാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ജപ്പാനിലെ കർഷകർ അവരുടെ ധാന്യവിളകളൊക്കെ മാർക്കറ്റിൽ സെയിൽ ചെയ്യുവാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആ ധാന്യവിളകൾക്കൊക്കെ ഏകദേശം എന്ത് പ്രൈസ് കിട്ടും എന്നുള്ളതൊക്കെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടൂളായിരുന്നു. കാൻഡിൽസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു മെത്തേഡ് വളരെ ആക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വളരെയധികം ടൂളുകൾ ഇത് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇൻട്രാഡേ ട്രേഡിങ്ങിനും ഷോർട്ട് ആൻഡ് ലോങ് ടൈം പൊസിഷണൽ ട്രേഡിങ്ങിനും ഈ ടൂളുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് മാർക്കറ്റിൽ പലതരം ചാർട്ടുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ലൈൻ ചാർട്ട്, മൗണ്ടെയിൻ ചാർട്ട്, ഏരിയ ചാർട്ട്, അങ്ങനെ പലതരത്തിലുള്ള ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുമ്പോഴും കാൻഡിൽസ്റ്റിക് ചാർട്ടിന് എന്താണ് ഇത്രയേറെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അതിനെ കൂടുതൽ പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറ്റുള്ള ചാർട്ടുകളൊക്കെ പരിഗണിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഒരു പക്ഷേ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് പ്രൈസ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്, ഇത്തരത്തിലുള്ള പ്രൈസുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കൂ. പക്ഷേ കാൻഡിൽസ്റ്റിക് എടുക്കുകയാണെങ്കിൽ അതിൽ 4 തരം പ്രൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓപ്പണിംഗ്, ക്ലോസിംഗ്, പർട്ടിക്കുലർ പീരീഡിലെ ഹൈ, പർട്ടിക്കുലർ പീരീഡിലെ തന്നെ ലോ, ഇത്തരത്തിലുള്ള 4 തരത്തിലുള്ള പ്രൈസുകൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസിന് ഇത് വളരെയധികം സഹായകരമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാൻഡിൽസ്റ്റിക് എത്തരത്തിലാണ് കാണപ്പെടുന്നത്, അതിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് ഒരു കാൻഡിൽസ്റ്റിക് ഉണ്ടാകാനായിട്ട് ആവശ്യമായിട്ടുള്ളത്, ഒരു കാൻഡിൽസ്റ്റിക്കിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രധാനമായും ക്യാൻഡിൽ 2 നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഗ്രീൻ കളറിലും അതുപോലെ റെഡ് കളിലും. ഇത്തരത്തിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ക്യാൻഡിലിനെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നു. അതുപോലെ റെഡ് കളറിൽ കാണപ്പെടുന്ന ക്യാൻഡിലിനെ നമ്മൾ ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നു. ക്യാൻഡലിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ബോഡി, അപ്പർ വിക്ക് അഥവാ ഷാഡോ, അതുപോലെ ലോവർ വിക്ക് അഥവാ ഷാഡോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 തരത്തിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ദിവസത്തെ ക്യാൻഡിലാണ്, 1 ഡേ ക്യാൻഡിൽ ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഏതൊക്കെ രീതിയിലായിരുന്നു എന്നുള്ളത് ഏകദേശം ഐഡിയ നമുക്കതിലൂടെ കിട്ടുന്നതായിരിക്കും. ഉദാഹരണത്തിന് അന്നത്തെ ദിവസം ഓപ്പണിംഗ് ആയപ്പോഴുള്ള ഓപ്പണിംഗ് പ്രൈസ്, അതുപോലെ ക്ലോസ് പ്രൈസ്, ആ ദിവസം മാക്സിമം എത്ര പ്രൈസ് പോയി എന്നുള്ള ഹൈ, അതുപോലെ തന്നെ എത്ര താഴേക്ക് പോയി എന്നുള്ള ലോ, ഇത്തരത്തിൽ 4 പ്രൈസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസ് പ്രൈസ്, ഈ 2 പ്രൈസിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. അത് ബിയറിഷ് ക്യാൻഡിലും ബുള്ളിഷ് ക്യാൻഡിലും ഓപ്പണിംഗ് പ്രൈസിനും ക്ലോസ് പ്രൈസിനും ഇടയിൽ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഇത്തരത്തിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്യാൻഡലിൻ്റെ ബോഡി ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ക്യാൻഡലിൻ്റെ ബോഡിയുടെ മുകളിലായിട്ടും താഴെയായിട്ടും വെർട്ടിക്കലായിട്ട് വരുന്ന 2 വരകളുണ്ട്. അതിനെയാണ് നമ്മൾ ഷാഡോ അഥവാ വിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഷെയറിൻ്റെ പ്രൈസ് അന്നത്തെ ദിവസം എത്ര ഹൈ പോയി, അതുപോലെ എത്ര താഴേക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ബുള്ളിഷ് ക്യാൻഡിലും ബിയറിഷ് ക്യാൻഡിലും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 രൂപയായിരുന്നു വിചാരിക്കുക. അത് ക്ലോസ് ആയ സമയത്ത് 110 രൂപയായിട്ട് ക്ലോസ് ആകുന്നു. ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റിനെ കാണിക്കുന്നതിനാലാണ് ഇതിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ ലോ എന്ന് പറയുന്നത് ആ സമയത്ത് ആ ഒരു ഡ്യൂറേഷനിൽ മാർക്കറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെയോ പ്രൈസ് മാക്സിമം താഴേക്ക് പോയിട്ടുണ്ടാവാം. ആ ഒരു മാക്സിമം താഴേക്ക് പോയത് ഏകദേശം 90 റുപ്പീസ് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ആ ഒരു ക്യാൻഡലിൻ്റെ ലോ ആയി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാക്സിമം ഉയരങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 120 രൂപയാണെന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ ഇത് ക്യാൻഡലിൻ്റെ ഹൈ ആയിട്ട് മാറിയിരിക്കുന്നു. ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയ പ്രൈസ് സപ്പോസ് 100 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ക്ലോസ് ആകുന്ന സമയത്ത് അത് 90 രൂപയായി പോയി എങ്കിൽ 100-ൽ നിന്നും 90-ലേക്കുള്ള ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള, അതായത് പ്രൈസിൻ്റെ ഫോളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് ഒരു 100 രൂപയിൽ നിന്നും പ്രൈസ് 90 രൂപയിലേക്ക് വീണുകൊണ്ടാണ് അത് ക്ലോസ് ആകുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രൈസിൻ്റെ ഫോളിനെ നമ്മൾ ബിയറിഷ് ക്യാൻഡിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് പൊതുവെ റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൽ പൊതുവേ കാണപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഇത് ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു തരം വെറൈറ്റിയാണ്.
ഈ ഡോജി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസും അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസും ഏകദേശം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും. എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് ഓപ്പൺ ആയത് അതേ ലെവലിൽ തന്നെ ആയിരിക്കും ഏകദേശം ക്ലോസിംഗും വരുന്നത്. ഇത്തരത്തിലുള്ള പ്രൈസ് ആക്ഷൻ, അതായത് നമുക്കറിയാം മാർക്കറ്റിൽ ബൈയിങ് ആൻഡ് സെല്ലിങ്, അതായത് വാങ്ങൽ വിൽപ്പന, ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഷെയറിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്രത്തോളം ആൾക്കാർ ബൈ ചെയ്യുന്നു അത്രത്തോളം ഡിമാൻഡ് കൂടുകയും അതിനനുസരിച്ച് ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. എത്രത്തോളം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച് സപ്ലൈ കൂടുന്നതനുസരിച്ച് മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് പതുക്കെ പതുക്കെ താഴേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ആദ്യമാകുന്നത് സപ്ലൈ ഡിമാൻഡ് അഥവാ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡോജി ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ക്യാൻഡിലാണ് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് ഇവിടെ ഓപ്പൺ ആകുന്നു. അതിനുശേഷം ബയേഴ്സ്, അതായത് വാങ്ങുന്ന ആൾക്കാർ, അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ബുൾസ് എന്ന് നമുക്ക് അവരെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ബുൾസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബുൾസ് പതുക്കെ പതുക്കെ ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിനുശേഷം സെല്ലേഴ്സ്, അതായത് ബിയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് ബിയേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അപ്പം സെല്ലേഴ്സ് പതുക്കെ ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ ലോ ഹിറ്റായി. അതിനുശേഷം പിന്നെയും ബയേഴ്സ് അഥവാ ബുൾസ് പിന്നെയും ആക്റ്റീവ് ആകുന്നു. അതിനുശേഷം പതുക്കെ ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം ഓപ്പൺ ആയ അതേ സ്ഥലത്ത് തന്നെ ക്ലോസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലൊരു ഫോർമേഷനാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഫോർമേഷനാണ് നമ്മൾ ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹാമർ ക്യാൻഡിൽ എന്താണെന്നുള്ളത് നോക്കാം. ഹാമർ ക്യാൻഡിൽ പേര് പോലെ തന്നെ ഒരു ചുറ്റികയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് ഏകദേശം അടുത്തായിട്ട് തന്നെയൊക്കെ ആയിരിക്കും ക്ലോസിംഗ് പ്രൈസും ഇതുപോലെ ചുറ്റികയുടെ രൂപത്തിലുള്ള ഒരു ഹെഡ് ഫോം ചെയ്യുന്നു. ഇത് രണ്ട് തരത്തിലുണ്ട്, ബെയറിഷ് ഹാമറും ബുള്ളിഷ് ഹാമറും. ഇത്തരത്തിൽ നമ്മൾ ഈ ബുള്ളിഷ് ഹാമർ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഒരു നിശ്ചിത പ്രൈസിൽ ഷെയറിൻ്റെ പ്രൈസ് ഓപ്പണായി. അതിനുശേഷം ബിയേഴ്സ് അഥവാ സെല്ലേഴ്സ് അത് ആക്റ്റീവായിട്ട് താഴേക്ക് അതിനെ കൊണ്ടുപോയി. പക്ഷേ മാർക്കറ്റ് ക്ലോസ് ആകുന്നതിനോടടുത്ത് ബുൾസ് അഥവാ ബയേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുവന്നു. അതായത് മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയത്ത് ഇവിടെ ബയേഴ്സ് അഥവാ സെല്ലേഴ്സിനെ എക്സോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവരുടെ കംപ്ലീറ്റ് കപ്പാസിറ്റി ഇവിടെ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ബുൾസ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുവന്ന് ഏകദേശം ഓപ്പണിംഗ് പ്രൈസിനോട് അടുത്ത് തന്നെ അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യപ്പെടുന്നു. ഇത് ബുള്ളിഷ് ഹാമറാണ്. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ഇത്തരത്തിലൊരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ മുമ്പോട്ട് തന്നെ പോകും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം സെല്ല് ചെയ്യുന്ന ആ ഒരു വിഭാഗം അവർ കംപ്ലീറ്റ്ലി ഇവിടെ അവരുടെ കപ്പാസിറ്റി നശിച്ചതിന് ശേഷമാണ് ബൈ ചെയ്യുന്ന ആൾക്കാരുടെ സ്ട്രെങ്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അവരെക്കാൾ എന്തുകൊണ്ടും കൂടുതലാണെന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ അത്തരത്തിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലൊരു പോസിറ്റീവ് അപ് ട്രെൻഡ് കാണാൻ സാധിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ എന്താണെന്ന് നോക്കാം. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹാമർ, നേരത്തെ പറഞ്ഞ ഹാമർ ക്യാൻഡിലിൻ്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അതിനുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഹാമറിൻ്റെ ഹെഡ് പോലത്തെ ഒരു ഫോർമേഷൻ ഉണ്ടാകും. ഇതിനും രണ്ട് തരത്തിലുള്ള ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു നിശ്ചിത പ്രൈസിൽ ഓപ്പൺ ആകുന്നു. അതിനുശേഷം ബുൾസ്, അതായത് ബൈ ചെയ്യുന്ന ആൾക്കാർ, അവർ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ ഒരു ഹൈ ലെവൽ വരെ എത്തി. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ആകുന്നതിനോടടുത്ത് ബുൾസ് എല്ലാം എക്സോസ്റ്റ് ആയതിനു ശേഷം സെല്ലേഴ്സ്, അതായത് ആരാണോ സെല്ല് ചെയ്യുന്ന ആ ഒരു വിഭാഗം മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരുന്നു. ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഓപ്പൺ ആയതിൽ നിന്നും കുറച്ച് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ കാണുന്നത്. ഈ ബിയറിഷ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേണിൽ നേരത്തെ പറഞ്ഞ കണക്ക് മാർക്കറ്റിൽ ബുൾസ് ഹൈയിൽ കൊണ്ടെത്തിയതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ആകുന്നതിനോടടുത്ത് ബിയേഴ്സ് ആക്റ്റീവ് ആവുകയും അതായത് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയും ഷെയറിൻ്റെ പ്രൈസ് ഓപ്പൺ ആയതിൽ നിന്നും കുറച്ച് താഴേക്കായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബുൾസ് ഇവിടെ നമ്മൾ പറയുന്ന കണക്ക് ബൈ ചെയ്യുവാനുള്ള ആൾക്കാരുടെ കംപ്ലീറ്റ് കപ്പാസിറ്റിയും എക്സോസ്റ്റ് ആയതിനു ശേഷം, അതായത് കംപ്ലീറ്റ് കപ്പാസിറ്റിയും തീർന്നതിന് ശേഷമാണ് ഇവിടെ സെല്ലേഴ്സ്, അതായത് സെല്ല് ചെയ്യുന്ന ഒരു വിഭാഗം ആക്റ്റീവ് ആകുന്നത്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് ഈ ഒരു ഷെയറിൻ്റെ പ്രൈസിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്, ഇതിപ്പോൾ അപ് ട്രെൻഡിലിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പാറ്റേൺ കാണുന്നതെങ്കിൽ അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ നെഗറ്റീവായിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു.
അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ ഒരു അംശം മാത്രമാണ്. ഇനിയും ഇതുപോലെ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നോളജും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്, ഗുഡ് ബൈ.